വിറ്റ് പണം കബളിപ്പിച്ച വ്യക്തിയുടെ വീട്ടിൽ കിടപ്പ് രോഗിയുടെയും കുടുംബത്തിന്റെയും സത്യാഗ്രഹം. സമരം തുടങ്ങിയ 5 ദിവസം പിന്നിട്ടിട്ടും പ്രശ്ന പരിഹാരത്തിന് യാതൊരു നടപടിയുമില്ല. കൊല്ലം കടക്കലിലാണ് സോജിത്ത് എന്ന 43-കാരൻ 4 വയസ്സുകാരി മകളെ അടക്കം കൂട്ടി സമരം ചെയ്യുന്നത്. അതേപോലെ പോലീസുകാർ എന്നിട്ട് പറഞ്ഞ് ഇവിടുന്ന് മാറണം, നമ്മൾ എങ്ങോട്ടും മാറാനാ പറയുന്നത്. നിങ്ങളെടുത്ത് ഞങ്ങൾ എവിടാന്ന് വെച്ചാൽ കൊണ്ട് കിടത്തിക്കാൻ ഞങ്ങൾ പൊക്കോളാം. അന്നേരം നമ്മുടെ നമ്മളെ ഗാന്ധി ഭവനിലാക്കാനാണോ നമ്മളിങ്ങനെ ഒന്ന് കിടക്കുന്നത്? കയ്യിരുന്ന പൈസയും സ്ഥലവും പോയി, എല്ലാം പോയി. മക്കളെ കൊണ്ട് എങ്ങോട്ട് പോകുന്നത്? എല്ലാം നഷ്ടമായതിന്റെ കണ്ണീരാണിത്. സോജിത്തിന്റെ പേരിൽ തമിഴ്നാട്ടിലുണ്ടായിരുന്ന ഭൂമി കടയ്ക്കൽ സ്വദേശി സുബൈർ 26 ലക്ഷം രൂപയ്ക്ക് വാങ്ങി. പിന്നീട് ബിസിനസ്സിൽ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞ് ഈ പണം സുബൈർ തന്നെ തിരികെ വാങ്ങി. 4 വർഷങ്ങൾ പിന്നിട്ടിട്ടും ബിസിനസ്സിൽ പങ്കാളിയാക്കിയില്ല എന്ന് മാത്രമല്ല, പണം തിരികെ നൽകിയതുമില്ല. സ്റ്റേഷനിൽ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞപ്പോഴത്തെ പുള്ളി പറഞ്ഞു വേണ്ട, പൈസ അറേഞ്ച്മെന്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അതുപോലെ ചെക്ക് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടൊരു ചെക്ക് ഞങ്ങൾക്ക് കൊണ്ട് തന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങളൊരു കേസ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ കടയ്ക്കല പുള്ളി താമസിക്കുന്നത്. ഇവിടെ വന്ന് ഞങ്ങളൊന്ന് സമരം ചെയ്ത് അന്നേരം ഇവിടുത്തെ പാർട്ടിക്കാരൊക്കെ വിളിച്ചെന്ന് അതൊന്ന് ഒത്തുതീർപ്പാക്കിയതാണ്. പുള്ളി പൈസ തരാം, അതുവരെ ഞങ്ങൾക്ക് ഒരു വാടക കൂടെ എന്തെങ്കിലും കിടക്കുന്നതിന് ഒരു 8,000 വെച്ച് തരാമെന്ന് ഒക്കെ ഏറ്റതാണ്. അത് ആദ്യത്തെ മാസം ആ പാർട്ടിക്കാർ ഇതുപോലെ നമുക്ക് വാങ്ങിച്ചു തന്നായിരുന്നു. അതിനുശേഷം ഇതുവരെ തന്നിട്ടില്ല, ഒന്നുമില്ല. 16 വർഷങ്ങൾക്ക് മുമ്പ് ഒരു അപകടത്തിൽപ്പെട്ടാണ് സോജിത്തിന്റെ ശരീരം തളർന്നത്. എഴുന്നേറ്റ് നിൽക്കാൻ പോലും സാധിക്കാത്ത ആ മനുഷ്യനെയും കുടുംബത്തെയാണ് കബളിപ്പിച്ചത്. പണം തിരികെ ചോദിച്ചപ്പോൾ പോയി കേസ് കൊടുക്കാനായിരുന്നു മറുപടിയെന്ന് സോജിത്ത് പറയുന്നു. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ പറയുന്നത് നിങ്ങൾ കേസിന് എന്തെങ്കിലും വയ്ക്കോ, ഞാൻ ജാമ്യത്തിൽ ഇറങ്ങിക്കോളാം, ഇറങ്ങിയിട്ട് ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ കേസ് പോയിക്കൊണ്ടെങ്കിൽ നിങ്ങളുടെ പൈസ കിട്ടത്തില്ലെന്നാണ് പുള്ളി പറയുന്നത്. രണ്ട് കുഞ്ഞുങ്ങളുമായി കഴിഞ്ഞ 5 ദിവസമായി ഈ വരാന്തയിലാണ് ഈ കുടുംബം കഴിയുന്നത്. സർക്കാർ സംവിധാനങ്ങളും ഈ കുടുംബത്തിന്റെ കണ്ണീര് കണ്ണിലെന്നടിക്കുന്നു. ഇത് ഒരു കുടുംബത്തിന്റെ ദുരവസ്ഥയാണ്. ക്യാമറമാൻ ഷാനോസ് പരീതിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.